ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാളെ നടക്കാനിരിക്കുന്ന താരീഖ് എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം നമുക്ക് ചോദ്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കുക. ഇവിടെ ഒരു ഭാഗത്ത് ഓപ്ഷൻസ് ആയിട്ട് ബദർ, സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു, മുഹാജിറുകൾ, മസ്ജിദുൽ ഖുബാ, സഹൽ ബിൻ ഹൻലലിയ, ബത്നുൽ വാദിയിൽ വെച്ച് ഇത്രയും ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. എന്നാൽ 5 ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത് കേട്ടോ. 6 ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തേത്, മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ. ആരാണ് മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികൾ? മുഹാജിറുകളാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം മുഹാജിറുകൾ. രണ്ടാമത്തേത്, മദീനയിലെ ആദ്യത്തെ പള്ളി ഏതാണ്? മദീനയിലെ ആദ്യത്തെ പള്ളിയുടെ പേര് മസ്ജിദുൽ ഖുബാ. മസ്ജിദുൽ ഖുബാ. ഇനി മൂന്നാമത്തെ ചോദ്യം, അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സഹോദരൻ ആരാണ്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ സഹോദരനാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു. അടുത്തത്, ഇനി നാലാമത്തെ ചോദ്യം, നബിയുടെ മദീനയിലെ പ്രഥമ ജുമുഅ നിസ്കാരം എവിടെ വെച്ചായിരുന്നു? ബത്നുൽ വാദിയിൽ വെച്ച്. എവിടെ വെച്ചാണ്? ബത്നുൽ വാദിയിൽ വെച്ചാണ്. ഇനി അഞ്ചാമത്തെ ചോദ്യം, മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള സ്ഥലം ഏതാണ്? ബദറാണ്. അത് നമ്മൾ പഠിക്കുന്നത് 5ാമത്തെ പാഠത്തിൽ, സമർപ്പിതരായ സ്വഹാബികൾ എന്ന പാഠത്തിൽ. മദീനയിലെത്തി 2ാം വർഷം തന്നെ മുസ്ലിങ്ങൾക്ക് മക്കയിലെ ഖുറൈശികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള ബദർ എന്ന സ്ഥലത്ത് വെച്ച് നടന്നതിനാലാണ് ബദർ യുദ്ധം എന്ന പേരിൽ നമ്മുടെ ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. അപ്പോൾ ബദർ യുദ്ധം എന്ന പേര് വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പാരഗ്രാഫ് എഴുതാട്ടോ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം നോക്കാം. രണ്ടാമത്തേത്, ബദർ യുദ്ധത്തിൽ എണ്ണ വിവരങ്ങൾ എഴുതാനാണ്. മുസ്ലിങ്ങൾ, ശത്രുക്കൾ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. മുസ്ലിങ്ങൾ എണ്ണം 313, ശത്രുക്കൾ 1000 ആണുള്ളത്. ഇനി മുസ്ലിങ്ങളിൽ മരണപ്പെട്ടവർ, അതായത് ശുഹദാക്കൾ 14 സ്വഹാബികളാണ്. ശത്രുക്കളിൽ 70 പേരാണ്. ഇനി തടവിലായത് ശത്രുക്കൾ 70 പേര് തന്നെ കേട്ടോ. അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാനാണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം, ബദർ യുദ്ധത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് നടത്തിയ ദുആ എന്തായിരുന്നു? എന്താണ്? 5ാമത്തെ പാഠത്തിലെ ലാസ്റ്റ് ഭാഗത്ത്, അള്ളാഹുവേ, ഈ ചെറിയ സംഘത്തെ നീ നശിപ്പിച്ചാൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ ഭൂമിയിൽ ഒരാളും ഉണ്ടാകില്ല. അതാണ് അവിടെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി അതിൽ രണ്ടാമത്തെ ചോദ്യം, മദീനയിൽ മതപരമായ പുരോഗതി എന്താണെന്ന്. അതിൽ നമുക്ക് 1ാമത്തെ പാഠത്തിൽ ലാസ്റ്റ് ഭാഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ എന്നുള്ള പാഠഭാഗത്ത് അവസാന ഭാഗത്ത് മതപരമായിട്ടുള്ള പുരോഗതി, സാമൂഹികം, സാംസ്കാരികം എന്നിങ്ങനെ 3 തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ മതപരമായിട്ടുള്ള പുരോഗതിയാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ സാമൂഹികമായിട്ടോ സാംസ്കാരികമായിട്ടോ ഉള്ള പുരോഗതി ചോദിക്കുക കേട്ടോ. അപ്പോൾ 3 പഠിച്ചു വെക്കുക. ഇവിടെ നമുക്ക് ഉത്തരമായിട്ട് എഴുതാനുള്ളത്, സുരക്ഷിതമായ ഇബാദത്തിനായി പള്ളി നിർമ്മിച്ചു. ഇനി സാമൂഹികമായിട്ടുള്ള പുരോഗതി ചോദിക്കുകയാണെങ്കിലോ, മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ സാഹോദര്യം ഉണ്ടാക്കി. ഇനി സാംസ്കാരികമായിട്ടുള്ളത് ചോദിക്കുകയാണെങ്കിൽ ദീനീ പഠന സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരം എഴുതുക കേട്ടോ. ഇനി 3ാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ ജൂത പണ്ഡിതനായിരുന്ന അബ്ദുല്ലാഹി ബിൻ സലാം പറഞ്ഞത് എന്ത്? അതും 1ാമത്തെ പാഠത്തിൽ 2ാമത്തെ പേജിൽ 2ാമത്തെ പാരഗ്രാഫിലുണ്ട്. എന്താണ് പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തിയപ്പോൾ ഞാനും കാണാൻ വന്നു. അവിടുത്തെ മുഖം കണ്ടപ്പോൾ അതൊരു കളവ് പറയുന്നയാളുടെ മുഖമല്ലെന്ന് എനിക്ക് മനസ്സിലായി. അത്രയും ഭാഗം എഴുതണം കേട്ടോ. ഇനി 4ാമത്തെ ചോദ്യം, മസ്ജിദുൻ നബവി ഉണ്ടാക്കിയ സ്ഥലം ദാനമായി നൽകാൻ തയ്യാറായത് ആര്? നമുക്ക് മസ്ജിദുൻ നബവി എന്നുള്ള 2ാമത്തെ പാഠത്തിൽ പറയുന്നു, ഒരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു പള്ളി പണിയാൻ പറ്റുന്ന ഭൂമി കാണിച്ചു തരുമെന്ന് അല്ലേ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു കാരക്ക ഉണക്കുന്ന സ്ഥലം അവർ കാണിച്ചു കൊടുത്തു. എന്നിട്ട് ആരാണ് ദാനമായിട്ട് കൊടുക്കാൻ തയ്യാറായത്? ബനൂ നജ്ജാർ ഗോത്രക്കാർ. ബനൂ നജ്ജാർ ഗോത്രക്കാർ ദാനമായിട്ട് കൊടുത്തു.
കൊടുക്കാൻ തയ്യാറായി. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വില കൊടുത്ത് വാങ്ങുകയാണ് ചെയ്തത്. ആ വില കൊടുത്ത് വാങ്ങാൻ ആവശ്യമായിട്ടുള്ള പണം നൽകിയത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പോൾ ആ പോയിൻ്റൊക്കെ നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ ചോദ്യം. സഅദ് റളിയല്ലാഹു അൻഹു വലിയ സഹായങ്ങൾ വാഗ്ദാനം ചെയ്തപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പറഞ്ഞ മറുപടി എന്തായിരുന്നു? ആദ്യം നമുക്ക് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ വാഗ്ദാനം എന്താണെന്ന് നോക്കാം അല്ലേ. ഞാൻ മദീനയിലെ ഒരു ധനികനാണ്, എൻ്റെ സമ്പത്തിൻ്റെ പകുതി നിങ്ങൾ എടുക്കുക. എനിക്ക് 2 ഭാര്യമാരുണ്ട്, അവരിലൊരാളെ ഞാൻ വിവാഹമോചനം ചെയ്ത് നിങ്ങൾക്ക് അവളെ വിവാഹം കഴിക്കാൻ അവസരം ഒരുക്കാം. ഇതാണ് സഅദ് ബിൻ റബീഅ റളിയല്ലാഹു അൻഹു കൊടുത്ത വാഗ്ദാനം. എന്നാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് അദ്ദേഹത്തോട് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞത് എന്താണ്? മറുപടി പറഞ്ഞത് എന്താണ്? അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ എനിക്ക് മദീനയിലെ മാർക്കറ്റ് കാണിച്ചു തന്നാൽ മതി. ഇതാണ് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് കൊടുത്ത മറുപടി. 6ാമത്തെ ചോദ്യം. അൻസാറുകളായ മുസ്ലിങ്ങളുടെ പ്രധാന ഗോത്രങ്ങൾ ഏതെല്ലാം? അത് നമ്മൾ 4ാമത്തെ പാഠം മദീന കരാറിൽ ഫസ്റ്റ് പാരഗ്രാഫ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഔസ് ഖസ്റജ് ഗോത്രങ്ങളിലെ അൻസാറുകളായ മുസ്ലിങ്ങൾ. അപ്പോൾ ഏതൊക്കെ ഗോത്രങ്ങളാണ്? ഔസ്, ഖസ്റജ്. അവിടെ തന്നെ മറ്റൊരു ചോദ്യം കൂടെ ഉണ്ട്. ജൂതഗോത്രങ്ങളുടെ പേര്, മദീനയിലെ ജൂതഗോത്രങ്ങളുടെ പേര് ചോദിച്ചാൽ ഏതെഴുതണം? ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ കേട്ടോ. പിന്നെ അടുത്തത് 2 വീതം എഴുതാനുള്ള പ്രവർത്തനമാണ്. അതിൽ 1ാമത്തെ ചോദ്യം മദീനയിൽ പ്രധാന ജൂതഗോത്രങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നളീർ. അതിലേതെങ്കിലും 2 എഴുതാം. ഇനി 2ാമത്തെ ചോദ്യം മദീന കരാറിൻ്റെ പ്രധാന നേട്ടങ്ങൾ. അത് 4ാം പാഠത്തിൽ ലാസ്റ്റ് പേജിലുണ്ട്. മദീന സുരക്ഷിതത്വം നിറഞ്ഞ ഒരു സ്ഥലമായി മാറി, ഭയപ്പെടാതെ ജീവിക്കാൻ പറ്റുന്ന പ്രദേശമായി. ആ 2 നിങ്ങൾക്ക് എഴുതാം. ബാക്കി കൂടെ ഉണ്ട്. അതിലേതാണ് മക്കൾക്ക് എളുപ്പമെന്ന് വിചാരിച്ചാൽ അത് 2 പഠിച്ചു വെക്കുക കേട്ടോ. ഇനി 3ാമത്തെ ചോദ്യം മുഹാജിറുകളും അൻസാറുകളും മദീനയിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം? 3ാം പാഠത്തിൽ അവസാന ഭാഗത്ത് 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അതിലേതെങ്കിലും 2 പഠിക്കാം. പരോപകാരവും സ്നേഹവും വ്യാപിച്ചു. പിന്നെ എളുപ്പമുള്ളതേതാ? എല്ലാവർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കി. അപ്പോൾ ഇനി 4ാമത്തെ ചോദ്യം നോക്കാം. ഇനി 4ാമത്തെ ചോദ്യം മദീന കരാറിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? ഇസ്ലാമിലെ ആദ്യത്തെ ലിഖിത സിവിൽ ഭരണഘടനയാണ്. അതുപോലെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യവും സഹവർത്തിത്വവും പഠിപ്പിച്ചു. നീതിയും സമത്വവും പ്രോത്സാഹിപ്പിച്ചു. ഗോത്രങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ അവസാനിപ്പിച്ചു. എത്രാമത്തെ പാഠത്തിലാ? 4ാമത്തെ പാഠത്തിൽ ഏറ്റവും അവസാന ഭാഗത്ത് കേട്ടോ. അപ്പോൾ അതിലും ഏതെങ്കിലും 2 പഠിച്ചു വയ്ക്കാം. ഇനി അടുത്ത പ്രവർത്തനം വ്യക്തമാക്കുക. അൻസാറുകൾ. ആരാണ് അൻസാറുകൾ? മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസാറുകൾ. അതേ സ്ഥാനത്ത് മുഹാജിറൂൻ എന്ന് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ ആരാണ്? മുഹാജിർ എന്ന് പറഞ്ഞാൽ മക്കയിൽ നിന്ന് ഹിജ്റ വന്ന സ്വഹാബികളാണ് മുഹാജിറൂൻ. മുഹാജിറുകളെ സ്വീകരിച്ച മദീനയിലെ സ്വഹാബികളാണ് അൻസാറുകൾ. ഇനി അടുത്തത് തടവിലാക്കപ്പെട്ട ശത്രുക്കൾ മോചിതരായത്. എങ്ങനെയാണ്? 70 പേരാണ് തടവിലായത് അല്ലേ. തടവിലാക്കപ്പെട്ടവരിൽ ചിലർ പണമടച്ചു മോചിതരായി. മറ്റുള്ളവർ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചും മോചിതരായി. 5ാമത്തെ പാഠത്തിൽ ആ ഒരു ബോക്സിലുണ്ട് കേട്ടോ. ഇനി 6ാമത്തെ പ്രവർത്തനം ശരിയും തെറ്റും അടയാളപ്പെടുത്തുക. 1ാമത്തെ ചോദ്യം ബദർ യുദ്ധം നടന്ന മാസം ഏതാണ്? ഇവിടെ റബിയുൽ അവ്വൽ, റമളാൻ, സഫർ എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ 2ാമത്തേത് റമളാനാണ് ശരിയുത്തരം. ഇനി മദീനയുടെ ആദ്യത്തെ പേര്. ഇവിടെ മക്ക, മദീന, യസ്രിബ്. ഏതാണ് ശരി? യസ്രിബാണ് കേട്ടോ. ഇനി 3ാമത്തേത് ബദർ യുദ്ധം നടന്ന വർഷം. ഹിജ്റ 2ാം വർഷമാണ് ബദർ യുദ്ധം നടന്നത്. 4ാമത്തെ ചോദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം ഏതാണ്? കസുവ എന്ന ഒട്ടകമാണ്. അടുത്തത് പൂരിപ്പിച്ച് ആശയം എഴുതുക.
ഒന്നാമത്തേത് ഏതാണ്? യാ അയ്യുഹന്നാസു അഫ്ഷുസ്സലാമ വ അത്ഇമുത്ത്വാമ വസ്വിലുൽ അർഹാമ വസ്വല്ലു ബില്ലൈലി വന്നാസു നിയാമുൻ തദ്ഖുലുൽ ജന്നത ബിസ്സലാം. എന്താണ് ആശയം? എന്താണ് അതിൻ്റെ അർത്ഥം വരുന്നത്? ഓ ജനങ്ങളെ, സലാം വ്യാപിപ്പിക്കുക, ദരിദ്രർക്ക് ഭക്ഷണം നൽകുക, കുടുംബ ബന്ധങ്ങൾ ചേർക്കുക, രാത്രിയിൽ ജനങ്ങൾ ഉറക്കത്തിലായിരിക്കെ നിങ്ങൾ നിസ്കരിക്കുക, എങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ഇനി മറ്റൊരു ചോദ്യപേപ്പറും കൂടെ ഇപ്പം തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.